നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയുടെ സുരക്ഷയും സമാധാനവും മുൻനിർത്തി ഇറാൻ നടത്തുന്ന സൈനിക ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ ഉടനടി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയം പാസാക്കിയത്. അതിനിർണായകമാണ്. അതായത് ഇറാന്റെ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്നും ലോക സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാണ് എന്നുമുള്ള സുരക്ഷാ കൗൺസിലിന്റെ നിരീക്ഷണം ഇറാന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. 13 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഈ UN പ്രമേയം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പരാജയമാണ്. ഗൾഫ് മേഖലകളിൽ ഇറാൻ നടത്തിവരുന്ന നീക്കങ്ങൾക്ക് അന്താരാഷ്ട്ര സമൂഹം നൽകുന്ന ശക്തമായ താക്കീത് കൂടിയാണിത്. ഇറാന്റെ നടപടികൾ ലോക സമാധാനത്തിന് ഭീഷണിയെന്ന UN നിരീക്ഷണം ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ലഭിക്കുന്ന വലിയൊരു ആയുധം കൂടിയാണ്. ഇതുവരെ സ്വന്തം നിലയ്ക്കോ സഖ്യരാജ്യങ്ങളെ കൂട്ടുപിടിച്ചോ ഇറാനെതിരെ നീങ്ങിയിരുന്ന അമേരിക്കയ്ക്ക് ഇനി ഈ UN പ്രമേയത്തിന്റെ പിൻബലത്തിൽ ഇറാനെതിരെ ഉപരോധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും. എന്തായാലും അന്താരാഷ്ട്ര നിയമലംഘനം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ സൈനിക നീക്കങ്ങൾ ഉൾപ്പെടെയുള്ള നടപടികൾ ഘടിപ്പിക്കുവാനും ഇനി അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇറാൻ പൂർണ്ണമായും ഒറ്റപ്പെടുന്നതിനും ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾ വരും ദിവസങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുന്നതിനും ഈ പ്രമേയം വഴിവെച്ചേക്കാം. ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾക്കെതിരെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നടത്തുന്ന എല്ലാവിധ ആക്രമണങ്ങളും ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് സുരക്ഷാ കൗൺസിൽ കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകത്തെ പ്രധാന വ്യാപാര പാതയായ ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യാനുള്ള ഇറാന്റെ നീക്കങ്ങളെ കൗൺസിൽ ശക്തമായി അപലപിച്ചു. ഇറാന്റെ ആക്രമണങ്ങളിലൂടെ പൗരന്മാർക്ക് ജീവഹാനി ഉണ്ടാക്കുന്നതും കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ വൻ നാശനഷ്ടങ്ങളും പ്രമേയം എടുത്തു പറയുന്നു. അവ അപലപിക്കുകയും ചെയ്യുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു. ലോക സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ UN കൗൺസിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രമേയം. ഇതിനെ ഇരുകൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് ബഹ്റൈൻ പ്രതിനിധി ജമാൽ ഫരസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രമേയത്തെ പിന്തുണച്ച് എല്ലാ രാജ്യങ്ങളോടുമുള്ള നന്ദിയും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ലോകരാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഈ ഒരു വലിയ പിന്തുണ എന്നത് തങ്ങളുടെ രാജ്യങ്ങൾക്കെതിരായി ഇറാൻ നടത്തുന്ന നീതിരഹിതമായ ആക്രമണങ്ങളെ കുറിച്ച് മറ്റു രാജ്യങ്ങൾക്കുള്ള വ്യക്തമായ തിരിച്ചറിവാണ് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഇറാന്റെ ആക്രമണം ഇനി ഏതൊക്കെ തരത്തിൽ പോകുമെന്ന് കാത്തിരുന്ന് നമുക്ക് തന്നെ കാണാം.